ഹായ് ഹലോ നമസ്കാരം. മലയാളി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ഗ്രേറ്റ് ചെയ്ത 2 വലിയ ബീട്രൂട്ട് നമുക്കൊരു ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതിയാവും. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇത്രയും മതിയാവില്ല. നമുക്ക് തൈര് ചേർക്കുന്നതുകൊണ്ട് നമുക്കത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്കിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. അല്ല പറഞ്ഞാൽ നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ 2-3 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ അരയ്ക്കാം. അരമുടി തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അരച്ചിട്ട് വരാം. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് നല്ലപോലെ വേവായിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി തേങ്ങ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി ആ തേങ്ങയും ബീട്രൂട്ടും എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തീ പൂർണ്ണമായി ഓഫായിട്ട് 1.5 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കട്ടയില്ലാത്ത തൈരാണ്. നമുക്കത് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. തീ കത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഓവർ ചൂടായി കഴിഞ്ഞു എന്ന് വെച്ചാൽ തൈര് പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണമാണ് തീ ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കടുക് താളിക്കാം. ഇതിനായി ഒരു പാത്രം അടുപ്പ് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വന്ന കടുകിലേക്ക് നമുക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ നാളെ വരാം. താങ്ക് യു.